നമസ്കാരം. അപ്പൊ നമുക്ക് എല്ലാ ആൾക്കാർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു വിഭവം തന്നെയാണ് നമ്മുടെ മുട്ട എന്ന് പറയുന്നത്. പക്ഷേ മുട്ടയെ അസോസിയേറ്റ് ചെയ്ത് ഒരുപാടധികം ഡൗട്ട്സ് ആണ് ആൾക്കാർക്കുള്ളത്. മുട്ട എപ്പം കഴിക്കണം? എങ്ങനെ കഴിക്കണം? മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവുമോ? കാടമുട്ടയാണോ? കോഴിമുട്ടയാണോ? താറാമുട്ടയാണോ നല്ലത്? മുട്ട കൊച്ചുങ്ങൾക്ക് കൊടുക്കാവോ? എത്ര മുട്ട കഴിക്കണം? ഡയബറ്റിക് പേഷ്യൻസിന് മുട്ട കഴിക്കാവോ? മുട്ട കഴിച്ച ആസ്മ മാറുമോ? അങ്ങനെ ഒത്തിരി 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 ഡൗട്ട്സും ഒത്തിരി 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 തെറ്റിദ്ധാരണകളുമാണ് നമ്മുടെ മുട്ട അസോസിയേറ്റ് ചെയ്തുള്ളത്. അപ്പൊ ഞാൻ ഇന്ന് എന്റെ വീഡിയോയിലൂടെ ഈ ഓരോ കാര്യങ്ങളും വിത്ത് ഈച്ച് ഡീറ്റെയിൽസും സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസും അതുപോലെ തന്നെ മുട്ടയുടെ ഗുണങ്ങളെ പറ്റിയും എങ്ങനെ മുട്ട കഴിക്കണം അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഇത് ഒരുപാടധികം ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിനും വീട്ടുകാർക്കും എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ ആദ്യത്തെ കാര്യം, എന്താണ് ഈ മുട്ട? മുട്ട എന്ന് പറയുമ്പോൾ ആക്ച്വലി മുട്ടയ്ക്ക് രണ്ട് പാർട്ട് ഉണ്ട്. ഒരു മഞ്ഞയും ഒരു വെള്ളയും. വെള്ളയാണ് ആൽബുമിൻ എന്ന് നമ്മൾ പറയും. ഈ വെള്ളയാണ് ഫുള്ളി കമ്പോസ്റ്റ് ഓഫ് പ്രോട്ടീൻ ആണ്. ഈ വെള്ള എന്ന് പറയുന്ന മുട്ടയുടെ വെള്ള കംപ്ലീറ്റും പ്രോട്ടീൻ ആണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ മുട്ടയുടെ മഞ്ഞ. മുട്ടയുടെ മഞ്ഞയിൽ ഒരുപാടധികം ഫാറ്റും അതുപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റ്സ് ഉണ്ട്, അയൺ ഉണ്ട്, വൈറ്റമിൻ B12 ഉണ്ട്, വൈറ്റമിൻ B5 ഉണ്ട്. അങ്ങനെ ഒരുപാടധികം വൈറ്റമിൻസ് ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത്. ഒരു മുട്ട വിരിഞ്ഞൊരു കോഴിക്കുഞ്ഞ് വരുമ്പോൾ ആ കോഴിക്കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാം കാര്യവും ആ മുട്ടയ്ക്കകത്തുണ്ട്. അപ്പൊ അത്രയധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അത്രയധികം പോഷക ഗുണമുള്ള ഒരു കാര്യമാണ് ഈ മുട്ട എന്ന് പറയുന്നത്. അപ്പൊ മുട്ട നമുക്കൊരു കംപ്ലീറ്റ് ഫുഡ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ മുട്ടയെ പറയാം. കാരണം ആ ഒരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് വരുമ്പോൾ ആ വിരിഞ്ഞ് വരുന്നത് വരെയും കോഴിക്കുഞ്ഞിന് വേണ്ട അത്രയും ന്യൂട്രിയൻസും മിനറൽസും വൈറ്റമിൻസും കൊടുക്കുന്നത് ഈ മുട്ടയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം അധികം ന്യൂട്രീഷ്യസ് ആണ് നമ്മുടെ ഈ മുട്ട എന്ന് പറയുന്ന കാര്യം. അതുപോലെ തന്നെ വയസ്സായ ആൾക്കാർക്ക്, പ്രായം ചെന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അസിമിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീനും കൂടിയാണ് ഈ മുട്ടയുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും മുട്ടയുടെ പ്രോട്ടീൻ വളരെയധികം ഈസി ആയിട്ട് ദഹിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും വയസ്സായ ആൾക്കാർക്കാണെങ്കിലും മുട്ടയുടെ വെള്ള ഒരുപാട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം വളരെ പെട്ടെന്ന് അസിമിലേറ്റ് ചെയ്യുകയും അബ്സോർബ് ചെയ്യുകയും പ്രോട്ടീൻസ് ആണ് നമ്മുടെ ആൽബുമിൻ എന്ന് പറയുന്നത്, അതായത് മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത്. അപ്പോൾ മുട്ട നമ്മൾ കഴിക്കുന്നത് വയസ്സായ ആൾക്കാർക്കാണെങ്കിലും കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും മുട്ടയുടെ വെള്ള കഴിക്കുന്നത് വളരെ വളരെ അധികം നല്ല ഒരു കാര്യമാണ്. ഇനി അടുത്ത എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മുട്ട കഴിച്ച ആസ്മ മാറുമോ? ആക്ച്വലി മുട്ട കഴിച്ച ആസ്മ മാറും എന്ന് പറയുന്ന ഒരു കാര്യം വളരെയധികം വലിയൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നും മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ആസ്മ മാറും അതിനെ പറ്റിയിട്ട് യാതൊരു സയന്റിഫിക് ഡേറ്റയും ഇല്ല നമുക്ക്. അപ്പോൾ ഒരിക്കലും മുട്ട കഴിച്ചെന്ന് പറഞ്ഞിട്ട് ആസ്മ മാറത്തില്ല. ആസ്മയുടെ ഒരു പെത്തോളജി വേറെയാണ്. അതുമായിട്ട് മുട്ടയ്ക്ക് യാതൊരു റിലേഷനും ഇല്ല. ഇത് ചുമ്മാ ആൾക്കാർ പറഞ്ഞു പരത്തുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. ഇനി മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിനെ പറ്റി നോക്കാം. മുട്ടയിൽ ആദ്യമായിട്ട് അടങ്ങിയ ന്യൂട്രിയന്റ് ആണ് സെലീനിയം എന്ന് പറയുന്നത്. സെലീനിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാടധികം ഇമ്മ്യൂണിറ്റി തരുന്ന ഒരു മിനറൽ ആണ് ഈ സെലീനിയം. അതുപോലെ തന്നെ ഈ സെലീനിയം ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത മുട്ടയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളേറ്റ് എന്ന് പറയും. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഫോളിക് ആസിഡ് ആണ് നമ്മുടെ ഈ ഫോളേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോളേറ്റും ധാരാളമായിട്ട് നമ്മുടെ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വേറൊരു പദാർത്ഥമാണ് വൈറ്റമിൻ B12. നമ്മുടെ നെർവ്, അതായത് നമ്മുടെ നാഡിക്കും നമ്മുടെ ബ്രെയിനിന്റെ ഒക്കെ ഡെവലപ്മെന്റിനും പുതിയ പുതിയ നാഡിയുടെ ജനറേഷന് വേണ്ടിയും അതുപോലെ തന്നെ ആ നാഡിയുടെ സ്ട്രക്ചർ ഉണ്ടാക്കാനും എല്ലാം വളരെയധികം നല്ലതാണ് നമ്മുടെ ഈ മുട്ട എന്ന് പറയുന്നത്. മെഗാലോപ്ലാസ്റ്റിക് അനീമിയ തടയാനും മുട്ട വളരെയധികം നല്ലതാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാടധികം ഫോളിക് ആസിഡും ഒരുപാടധികം വൈറ്റമിൻ B12 ഉണ്ട്. മാത്രമല്ല ഗർഭിണിയായ സ്ത്രീകൾ ഈ മുട്ട കഴിക്കുന്നത്, അതായത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും കഴിക്കുന്നതും വളരെയധികം നല്ലതാണ്. കാരണം കൊച്ചിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാടധികം ഫോളിക് ആസിഡും വൈറ്റമിൻ B12 ആവശ്യമാണ്. അപ്പൊ ഗർഭിണിയായ സ്ത്രീകളിൽ ഈ വൈറ്റമിൻ B12 ഫോളിക് ആസിഡും കുറവാണെങ്കിൽ കൊച്ചിന് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകൾ വരാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് ഗർഭിണിയായ സ്ത്രീകളിൽ വളരെയധികം നല്ലതാണ്. കാരണം കൊച്ചിന് വേണ്ടത്ര ഫോളിക് ആസിഡ് കിട്ടുകയും ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകൾക്ക് നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കും. അടുത്ത് നമ്മുടെ മുട്ടയിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് അടങ്ങിയിരിക്കുന്ന കാര്യമാണ് വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും. വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുട്ട കണ്ണുകൾക്ക് വളരെയധികം നല്ലതാണ്. നമ്മുടെ മുട്ടയിൽ രണ്ട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ലൂട്ടീനും രണ്ട് സിയാസാൻഡൈൻ എന്ന് പറഞ്ഞ രണ്ട് ന്യൂട്രിയൻസ്, രണ്ട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ രണ്ട് ആന്റി ഓക്സിഡൻസ് വളരെയധികം നമ്മുടെ കണ്ണിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് ആന്റി ഓക്സിഡൻസ് ഉണ്ടായത് തന്നെ മുട്ട നമ്മുടെ കണ്ണില് തിമിരം അഥവാ കാറ്ററാക്ട് വരാതെ വളരെയധികം രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്.
സിയാസാൻതൈനും അതുപോലെ തന്നെ ലൂട്ടൈനും രണ്ടും കാട്രാക്റ്റിനെ വളരെയധികം രീതിയിൽ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നു. മാത്രമല്ല ഈ നമ്മുടെ കണ്ണിലേക്ക് നമ്മുടെ മൊബൈൽ ഫോൺ വഴിയും എമിറ്റ് ചെയ്യുന്ന ബ്ലൂ ലൈറ്റ് റേഡിയേഷൻ, ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എത്തിയിട്ട് നമുക്ക് മാക്കുലാർ ഡീജനറേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ മാക്കുലാർ ഡീജനറേഷനും നമുക്ക് ഈ ഒരു ലൂട്ടീനും അതുപോലെ തന്നെ സിയാസാൻതൈനും അത് നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി അടുത്ത് എന്തുകൊണ്ടാണ് ഇത് കാട്രാക്റ്റിനെ പ്രിവെന്റ് ചെയ്യണത്? ഈ സിയാസാൻതൈനും അതുപോലെ തന്നെ ലൂട്ടീനും നമുക്ക് കാട്രാക്റ്റ് വരുന്നതെന്ന് പ്രിവെന്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ ഈ കാട്രാക്റ്റ് വരാനുള്ള മെയിൻ ആയിട്ട് റീസൺ ആണ് ഒന്ന്, നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത പ്രമേഹ രോഗം, അതായത് ഡയബറ്റിക് മെലൈറ്റസ്, നമുക്ക് കൺട്രോൾ ഇല്ലാത്ത അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഡയബറ്റിക് മെലൈറ്റസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഫ്രീ റാഡിക്കലിന്റെ പ്രൊഡക്ഷൻ. അപ്പൊ ഈ ഫ്രീ റാഡിക്കലിനെ വളരെയധികം രീതിയിൽ കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ സിയാസാൻതൈനും ലൂട്ടീനും സഹായിക്കുന്നു. ഇത് വളരെയധികം വലിയൊരു എമൗണ്ടിൽ തന്നെയാണ് നമ്മുടെ മുട്ടയിലുള്ളത്. അപ്പൊ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കലിന്റെ ജനറേഷൻ കുറയും. കാരണം ഇതിന്റെ അകത്ത് ഒരുപാടധികം ആന്റി ഓക്സിഡൻസ് ഉണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞു സെലീനിയം ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പോൾ മുട്ട കഴിക്കുന്നത് വഴി നമുക്ക് ഫ്രീ റാഡിക്കൽ ജനറേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കണ്ണിന്റെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ കാട്രാക്റ്റ് വരാതെയും അതായത് തിമിരം വരാതെയും നമ്മുടെ മുട്ട വളരെയധികം രീതിയിൽ നമ്മളെ കണ്ണുകളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് മുട്ടയിൽ വളരെയധികം രീതിയിലുള്ള ഒരു മിനറലാണ് നമ്മുടെ സിങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ മെറ്റബോളിസം വളരെയധികം രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സിങ്ക്. പിന്നെ അടുത്ത് നമുക്കുള്ള തയമിൻ നമ്മുടെ മുട്ടയിൽ വളരെയധികം പിന്നെ അടുത്ത് വളരെയധികം രീതിയിലുള്ള നമ്മുടെ വൈറ്റമിൻ ഡി, എല്ലുകൾക്കും പല്ലുകൾക്കും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ നമ്മുടെ കാൽഷ്യം. ഈ കാൽഷ്യം വൈറ്റമിൻ ഡി രണ്ടും നമ്മുടെ മുട്ടയിൽ വളരെയധികം രീതിയിൽ അടങ്ങി. അടുത്ത മുട്ടയിൽ അടങ്ങിയിട്ടൊരു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കെമിക്കലാണ് കോളിൻ. കോളിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കരള്, വൃക്ക, ബ്രെയിന് ഇതിന്റെയൊക്കെ മെയിൻ്റനൻസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഈ കോളിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ. അടുത്ത മുട്ടയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു കെമിക്കലാണ് ലെസിത്തിൻ. വീക്ക്നെസ് അഥവാ ക്ഷീണം മാറാനും അതുപോലെ തന്നെ ഓർമ്മശക്തി ബൂസ്റ്റ് ചെയ്യാനും ഓർമ്മശക്തി കൂട്ടാനും എല്ലാം ഈ ലെസിത്തിൻ വളരെയധികം നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇതും വളരെയധികം രീതിയിൽ നമ്മുടെ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും മുട്ട കഴിക്കുന്നത് നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനും നമ്മുടെ വീക്ക്നെസ് അതായത് നമ്മുടെ ക്ഷീണം കുറയ്ക്കാനും വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അടുത്ത് നമ്മുടെ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ബയോട്ടിൻ. മുടിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ഈ ബയോട്ടിൻ. അതുപോലെ തന്നെ നമ്മുടെ ഈ ബയോട്ടിൻ നമ്മുടെ ഫാറ്റിന്റെയും കാർബോഹൈഡ്രേറ്റിന്റെ പ്രോട്ടീന്റെ ഒക്കെ മെറ്റബോളിസം കറക്റ്റ് ആയിട്ട് നടക്കാനായിട്ട് ഈ ബയോട്ടിൻ വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ മുട്ട എങ്ങനെ കഴിക്കണം? നമ്മൾ എല്ലാ ആൾക്കാരും മുട്ട കഴിക്കുന്ന രീതി ഭയങ്കര തെറ്റാണ്. കാരണം മുട്ട ഓവറായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ മുട്ടയിലുള്ള ന്യൂട്രിയൻസ് എല്ലാം പോകും. അപ്പൊ നമ്മൾ മുട്ട പല രീതിയിലാണ് കഴിക്കുന്നത്. നമ്മൾ എല്ലാ ആൾക്കാരും പൊരിച്ച് കഴിക്കാറുണ്ട്, പിന്നെ വാട്ടി കുടിക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മളെല്ലാ ആൾക്കാരും കറിയിലേക്ക് ചേർത്ത് കറി വെച്ച് കഴിക്കാറുണ്ട്, അതുപോലെ തന്നെ കിണ്ടി കഴിക്കാറുണ്ട്, ചിക്കി കഴിക്കാറൊക്കെ ഉണ്ടെന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാടധികം രീതിയിലാണ് നമ്മൾ ഈ മുട്ട കൺസ്യൂം. പക്ഷേ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല നമ്മൾ മുട്ട കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന മുട്ട അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ മുട്ടയിലുള്ള 70% ന്യൂട്രിയൻസും അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ മുട്ട കഴിക്കുന്ന സമയം 30% ന്യൂട്രിയൻസ് മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മുട്ട പാചകം ചെയ്ത് നമ്മൾ കഴിക്കണം. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു കാര്യം നമ്മൾ എല്ലാ ആൾക്കാരും മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ പറയുന്ന വീഡിയോയിലെ ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്. അതായത് മുട്ട നമ്മൾ എങ്ങനെ പാചകം ചെയ്ത് കഴിക്കണം. കാരണം നമ്മളിപ്പം കഴിക്കുന്ന എല്ലാ രീതിയിലും ഒരു 70% മുട്ടയുടെ ന്യൂട്രിയൻസും പോയി കഴിഞ്ഞിരിക്കും. മുട്ടയിലുള്ള 30% ന്യൂട്രിയൻസ് മാത്രമേ നമ്മൾ പാചകം ചെയ്യുന്ന രീതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ 70% നിലനിർത്താൻ പറ്റുന്നത്? അല്ലെങ്കിൽ 100% ന്യൂട്രിയൻസ് മുട്ടയിൽ നമുക്ക് എങ്ങനെ കിട്ടും? അല്ലെങ്കിൽ മാക്സിമം നമുക്ക് എങ്ങനെ മുട്ടയിൽ നിന്ന് ന്യൂട്രിയൻസ് നമുക്ക് കഴിക്കാൻ പറ്റും? അപ്പൊ അതിനെ പറ്റിയാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മുട്ട നമ്മൾ വേവിക്കുമ്പോൾ അവിടെ നമുക്ക് 70%ഓളം നമ്മുടെ മുട്ടയിലുള്ള ന്യൂട്രിയൻസ് ലോസ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് പോവുകയാണ്. അതായത് ബാക്കി 30% മാത്രമേ നമുക്ക് വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഈ മുട്ട എങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണപ്രദം എന്ന് പറയുന്നത്? വേവിക്കാതെ പച്ച മുട്ട കഴിക്കുന്നതാണ് ഏറ്റവും വളരെയധികം നല്ലൊരു കാര്യം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പച്ച മുട്ടയുടെ തോടിന്റെ പുറത്ത് സാൽമൊണല്ല എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ വളരെയധികം രീതിയിൽ വളരുന്നു. അപ്പോൾ ഈ സാൽമൊണല്ല എന്ന് പറയുന്ന ഈ ബാക്ടീരിയ തന്നെയാണ് നമ്മുടെ മയോണൈസിന്റെ അകത്തും പ്രശ്നക്കാരൻ. അതായത് മയോണൈസിന്റെ അകത്ത് നമ്മൾ പച്ചമുട്ട ചേർക്കുമ്പോഴും ഇവിടെയും പ്രശ്നക്കാരനായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ സാൽമൊണല്ലയാണ്. അപ്പോൾ എങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് മുട്ട കഴിക്കാം? അതായത് 68 മുതൽ 70 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ വെള്ളം ചൂടാക്കുക. വെള്ളം ചൂടാക്കിയതിന് ശേഷം ഈ വെള്ളത്തിന്റെ അകത്തേക്ക് നമ്മൾ മുട്ട എടുത്തിടുക. മുട്ടയിട്ടിട്ട് ഒരു 3 മിനിറ്റ് ആ മുട്ടയെ നമ്മൾ വേവിക്കുക. ഈ 3 മിനിറ്റ് മാത്രമേ നമ്മൾ വേവിക്കുക. 3 മിനിറ്റ് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ അകത്ത് നമ്മൾ മുട്ട എടുക്കുക. ആ മുട്ട നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് കഴിക്കുകയോ എന്ത് വേണോ നമുക്ക് ചെയ്യാം.
അപ്പൊ ഈ മുട്ടയെ പറയുന്ന പേരാണ് പാസ്ചറൈസ്ഡ് എഗ് എന്ന് പറയും. അപ്പൊ ഈ പാസ്ചറൈസ് ചെയ്ത മുട്ടയാണ് ഏറ്റവും വളരെയധികം നമുക്ക് കഴിക്കാൻ ഏറ്റവും നല്ല മുട്ട. അതായത് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ഈ പാസ്ചറൈസ് ചെയ്ത മുട്ടയിലായിരിക്കും കാണുന്നത്. അപ്പൊ ഈ പാസ്ചറൈസ് ചെയ്ത മുട്ട മാത്രം നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മൾ മുട്ട ഒരുപാടധികം ഫ്രൈ ചെയ്തും അങ്ങനെ നമ്മൾ കഴിക്കാതിരിക്കുക. പിന്നെ ഓംലെറ്റ് വളരെയധികം കുറച്ച് രീതിയിൽ കുക്ക് ചെയ്ത ഓംലെറ്റും വളരെയധികം നല്ലതാണ്. പിന്നെ പച്ചമുട്ട കഴിക്കാതിരിക്കുക. പച്ചമുട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാൽമോണല ഇൻഫെക്ഷൻസ്, ഫുഡ് പോയിസണിങ് ഇതൊക്കെ വരാനായിട്ട് വളരെയധികം കൂടുതൽ കാരണമാവും. അപ്പം അങ്ങനെയുള്ള സാൽമോണല അടങ്ങിയിട്ടുണ്ടായിട്ട് നമുക്ക് പച്ചമുട്ട കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പച്ചമുട്ട അവോയ്ഡ് ചെയ്യുക. ഈ പാസ്ചറൈസ് ചെയ്ത മുട്ട ഉപയോഗിക്കുക. പിന്നെ പോച്ചിങ്, എഗ് പോച്ചിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അപ്പൊ ആ മെത്തേഡിൽ കൂടി നിങ്ങൾക്ക് മുട്ട കഴിക്കാവുന്നതാണ്. ഈ എഗ് പോച്ചിങ്ങിനെ പറ്റി ധാരാളം വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ പോയി കാണാം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എഗ് പോച്ചിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഈ എഗ് പോച്ചിങ് ചെയ്യുന്നതെന്ന്. അടുത്ത എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ടാണ്, താറാവിന്റെ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് മാറുമോ? പൈൽസും താറാവിന്റെ മുട്ടയായിട്ട് യാതൊരു ബന്ധവുമില്ല. കാടമുട്ട കഴിച്ചു കഴിഞ്ഞാൽ ആസ്മ മാറും എന്ന് പറയുന്നത് പോലത്തെ ഒരു വളരെയധികം തെറ്റായ ചിന്താഗതി, അല്ലെങ്കിൽ ഒരു വളരെയധികം വലിയൊരു തെറ്റിദ്ധാരണ തന്നെയാണ് താറാവിന്റെ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ് മാറും എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും മുട്ട അസോസിയേറ്റ് ചെയ്ത് വളരെയധികം വലിയൊരു മിത്താണ്. ഇതിന് എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് എത്ര മുട്ട കഴിക്കാം? അപ്പൊ നോർമലായിട്ട് ഒരു അസുഖവും ഇല്ലാത്ത ഒരു നോർമലായിട്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 3 to 4 എഗ്ഗിന്റെ വൈറ്റ്, അതായത് 3 to 4 മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മഞ്ഞയും എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കോ 3 to 4 മുട്ടയുടെ വെള്ള എല്ലാ ദിവസവും കഴിക്കാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ 3 മുട്ടയുടെ മഞ്ഞ മാത്രമേ നമ്മൾ ഒരാഴ്ച കഴിക്കാവൂ. അതായത് എല്ലാ ദിവസവും 3 to 4 മുട്ടയുടെ വെള്ള നമുക്ക് കഴിക്കാം. പക്ഷേ ഒരാഴ്ച നമ്മൾ വെറും 3 മുട്ടയുടെ മഞ്ഞ മാത്രമേ കഴിക്കാവൂ. അത് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹമുള്ള ആൾക്കാർക്കും കൊളസ്ട്രോൾ കൂടിയ ആൾക്കാർക്ക് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. കാരണം മഞ്ഞയ്ക്ക് ഒരുപാടധികം കൊളസ്ട്രോൾ കണ്ടന്റ് ഉണ്ടായത് തന്നെ മഞ്ഞ ഡയബറ്റിസ് ഉള്ള ആൾക്കാർ അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നാണ് അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷന്റെ പുതിയ ഗൈഡ് ലൈൻസ് പറയുന്നത്. അടുത്ത എല്ലാ ആൾക്കാരും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, കാടമുട്ട കഴിക്കണോ, താറാമുട്ട കഴിക്കണോ, കോഴിമുട്ട കഴിക്കണോ? അപ്പൊ പല ആൾക്കാർക്കും ഉള്ളൊരു തെറ്റായ ഒരു ചിന്ത അല്ലെങ്കിൽ തെറ്റായ ഒരു അറിവ് തന്നെയാണ് ഈ 100 കോഴിമുട്ടയ്ക്ക് തുല്യമാണ് ഒരു കാടമുട്ട എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ ഒരുപാട് അധികം ആൾക്കാർ പറയുന്നത് കേട്ടുണ്ട് കേട്ടോ, ഈ 100 കോഴിമുട്ടയ്ക്ക് തുല്യമാണ് ഒരു കാടമുട്ടയെന്ന്. അതൊക്കെ ആക്ച്വലി വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊന്നും ആക്ച്വലി ഇല്ല. അതൊന്നും ആരും വിശ്വസിക്കരുത്. ഇതൊക്കെ വളരെയധികം സയന്റിഫിക് അല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ യാതൊരു സയന്റിഫിക് ഡേറ്റയും ഇല്ല. പിന്നെ എപ്പോഴും പ്രോട്ടീന്റെ അളവും വൈറ്റമിൻ B12 ഫോളിക് ആസിഡിന്റെയും വൈറ്റമിൻ എയുടെയും അതുപോലെ തന്നെ B12 ഒക്കെ അളവ് കുറച്ച് കൂടുതൽ ബാക്കിയുള്ള മുട്ടയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ നമ്മുടെ താറാവ് മുട്ടയ്ക്കാണ്. അപ്പോൾ ആക്ച്വലി പ്രോട്ടീന്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക്, മസിലൊക്കെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ താറാവ് മുട്ട കഴിക്കുന്നത് കുറച്ചുകൂടെ നല്ലത്. കാരണം ഒരു താറാവ് മുട്ടയിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീന്റെ അളവ് കുറച്ച് കൂടുതലാണ് ദാൻ ഈ ഒരു കോഴിമുട്ടയിൽ നിന്നും ഒരു കാടമുട്ടയിൽ നിന്നും കിട്ടുന്നതിന്റെ കുറച്ചും കൂടി കൂടുതലാണ് ഒരു താറാമുട്ടയിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീന്റെ അളവ്. അപ്പോൾ മസിലൊക്കെ ബിൽഡ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു താറാമുട്ട കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. കോഴിമുട്ടയോ കാടമുട്ടയോ കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലതാണ് ഒരു താറാമുട്ട നിങ്ങൾ കഴിക്കുന്നത് മസിലൊക്കെ ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക്. അല്ലാതെ കോഴിമുട്ടയാണെങ്കിലും താറാമുട്ടയാണെങ്കിലും കാടമുട്ടയാണെങ്കിലും മൂന്നും വളരെയധികം വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് താറാമുട്ടയോ കോഴിമുട്ടയോ അല്ലെങ്കിൽ നമ്മുടെ കൊയിൽ അല്ലെങ്കിൽ കാടമുട്ടയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നോർമൽ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യണം, നിങ്ങൾ എല്ലാ ദിവസവും ഒരു മുട്ട കഴിക്കുക. പ്രമേഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ 3 to 4 മുട്ടയുടെ വെള്ള കഴിക്കുക, എല്ലാ ദിവസവും അത് കഴിക്കുക. അതുപോലെ തന്നെ ഒരാഴ്ചയിൽ ഒരു 3 മഞ്ഞക്കരു കഴിക്കുക. അല്ലാതെ മുട്ട കഴിച്ചുകൂടാ, മുട്ട അവോയ്ഡ് ചെയ്യണം, ഇങ്ങനെയൊന്നും യാതൊരു കാര്യവും ഇല്ല. ഇതൊക്കെ ആൾക്കാർ വളരെയധികം തെറ്റായിട്ട് പറയുന്ന കാര്യമാണ്. മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, മുട്ട കൂടുതൽ കഴിച്ചുകൂടാ, മുട്ടയുടെ മഞ്ഞ കഴിച്ചുകൂടാ, മുട്ടയുടെ വെള്ള കഴിച്ചുകൂടാ. ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ മുട്ടയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിലായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ മുട്ട എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ്. 70 ഡിഗ്രി സെൽഷ്യസിൽ 3 മിനിറ്റ് നമ്മൾ മുട്ട ഇട്ടതിന് ശേഷം ആ മുട്ട പാസ്ചറൈസ് ചെയ്ത മുട്ടയോ അല്ലെങ്കിൽ പോസ്റ്റ് എഗ്ഗോ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. ഇതാണ് ഏറ്റവും വളരെയധികം നല്ലൊരു കാര്യം. അപ്പൊ ഇതാണ് എനിക്ക് ഒരു വീഡിയോയിലെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയും. വീഡിയോ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കേൾക്കുമ്പോൾ എടുക്കേണ്ട ഒരു മെസ്സേജ് തന്നെ ഈ ഒരു പാസ്ചറൈസ്ഡ് എഗ് അല്ലെങ്കിൽ പോസ്റ്റ് എഗ്ഗിന്റെ കാര്യം മാത്രമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ തന്നെയായിരുന്നു ഇത്. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഒരുപാടധികം ആൾക്കാർക്ക് ഇത് അറിയത്തില്ല. ഒരുപാടധികം ആൾക്കാർ വളരെ തെറ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഒരു 99% ആൾക്കാർ മുട്ട കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക.
Till then, it's me, Pranab P. Nair, signing off. Bye bye.